ഗുഡ് മോർണിംഗ് ഗൈസ്. 2 times ഒന്നിച്ച് ഭാരത് ഗൗരവ് ട്രെയിനിൽ രണ്ടാമത്തെ ദിവസമാണ്. ഇപ്പോൾ ചെന്നൈക്ക് അടുത്തുള്ള ഏതോ ഒരു സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ എന്നുള്ളത് ഇനിയുള്ള 1.5 ദിവസം, ഇന്ന് ഫുള്ളുണ്ട്, നാളെ പകുതിയോളം ഉണ്ട്, രാത്രി 6:30 കാണിക്കുന്നുള്ളത്. അതുവരെ ട്രെയിനിൽ എന്തൊക്കെ ഫുഡ് കഴിക്കുന്നുള്ളത് ആ ഒരു വീഡിയോ ആണ്. വേറൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. ഇപ്പോൾ സഫർ വിത്ത് എൻബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും പിന്നെ സേമിയായിരുന്നു. നല്ല ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഫസ്റ്റ് AC-യിൽ വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ വാഷ്റൂം ഒന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് ഫസ്റ്റ് AC-യിൽ മാത്രമാണെന്നുള്ളത്. നമുക്കൊന്ന് കുളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ്. അപ്പോൾ ഹീറ്റർ ഉണ്ട്, ഇവിടെ ക്ലോസറ്റ് ഉണ്ടാവില്ല, ഷവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വരുന്നുള്ളത് ഫസ്റ്റ് AC-യിൽ മാത്രമാണ്, ബാക്കി അപ്ലൈയിലൊന്നുമില്ല. വന്നിട്ടുള്ളത് ഫുള്ള് ബക്കറ്റൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബക്കറ്റിൽ കുറേ കാര്യങ്ങൾ, ലോഷനും പാത്രങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബക്കറ്റിലുണ്ട സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടോക്ക്. ഷാമ്പു അല്ലേ, അറിയില്ല, ഇത് പാത്രമാണ്. ഹെയർ ക്രീം. ഓ, ഇതൊന്നുമില്ല, പാത്രം. ഓ, ലോക്കൊക്കെ ഉണ്ട്, ലോക്ക്. ഇതെന്ത് സാധനം? സമയം 11 മണിയായപ്പോൾ നല്ല ചൂടുള്ള സൂപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ട്രെയിൻ അങ്ങനെ ആന്ധ്രാപ്രദേശിൻ്റെ ഏതോ ഭാഗത്ത് കൂടി പോവാണ്. സമയം ഇപ്പോൾ 12:30 ആയിട്ടുണ്ട്. ഫുഡൊക്കെ വരാൻ തുടങ്ങി. നമുക്ക് നോക്കാം ഉച്ചക്കത്തെ ഫുഡ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം. രാവിലെ ഇങ്ങനെ നല്ലായിരുന്നു, ഇഡ്ഡലി പിന്നെ വേറെന്തൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഈ ട്രെയിനിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, വെറുതെ ഫോൺ നോക്കിയിരിക്കാം. അവർക്ക് അവിടെ കളിക്കുന്നുണ്ട്, നമുക്ക് ഇവരെ കളിക്കാൻ അറിയില്ല, അതുകൊണ്ട് ഞാനും കളിച്ചില്ല. ഞാനിവിടെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ഒന്നും ചെയ്യാനില്ല. പിന്നെ നാളെ രാത്രി 9:30 ഇപ്പോൾ എത്തുന്നു പറയുന്നുള്ളത്. 9:30 വരെ ഇങ്ങനെ തന്നെ ഇരിക്കണം, വേറൊരു ഓപ്ഷനില്ല. പിന്നെ ഈ ട്രെയിനിൽ എൻ്റെ ഒരു ഏജിലുണ്ട് ഒരാളെയും എനിക്ക് ഇതുവരെ കണ്ടിട്ടില്ല. ഏകദേശം എല്ലാവരും വയസ്സായ ആൾക്കാരാണ്, അധികം റിട്ടയർഡായ ആൾക്കാരാണ്. അതുപോലെ തന്നെ ഏകദേശം എല്ലാവരും ഫാമിലി ആയിട്ട് വയസ്സായ ആൾക്കാരാണെന്നുള്ളത്. സമയം 1 മണിയായി. നമ്മുടെ ഫുഡ് ലഞ്ച് വരാൻ തുടങ്ങി. അപ്പോൾ ആദ്യം അച്ചാർ വന്നു, ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വെജിറ്റബിൾ കറി ഉണ്ട്. ഇതെന്തോ പറഞ്ഞ അവർ മനസ്സിലായില്ല. അച്ചാറ്. നെക്സ്റ്റ് ബോയിൽഡ് റൈസ് नहीं, വൈറ്റ് റൈസ്. ഓക്കെ, വൈറ്റ് റൈസ് ആണെന്ന്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതാണ്. വൈറ്റ് റൈസ്, സാമ്പാർ, 2 തരം പച്ചക്കറിയുണ്ട്, അച്ചാറുണ്ട്. ഇനി പപ്പടം വരുമായിരിക്കും, വരാണ്ടിരിക്കില്ല.
നമ്മുടെ ഡിന്നർ ഉണ്ടായിരുന്നത് ബിരിയാണി, വെജ് ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വേറെന്തോ റൈസ് ഉണ്ടായിരുന്നു, പപ്പടം, ബാക്കി അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡിന്നർ കഴിഞ്ഞ ശേഷം ബദാം മിൽക്കും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഉറങ്ങി. ഇനി നാളെ കാണാം. ഗുഡ് മോർണിംഗ് ഗൈസ്. രാവിലെ 5:30 സുബഹി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എണീച്ചതാണ്. അപ്പോൾ കാണുന്നുള്ള കാഴ്ച ഇതാണ്. എന്താ വെച്ചാൽ ഇവിടെ സൺറൈസ് വേഗമാണ്. 5:30 മുമ്പേ സൺറൈസ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ഒഡീഷ സ്റ്റേറ്റ് കയറിയിരിക്കുകയാണ്. ഇന്ന് നല്ല കളർഫുൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. പൂരി ഭാജി ആയിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. நீங்க எப்ப ட்ரெயினை விட்டு இறங்கினாலும் தொப்பியோ ஐடி கார்டோ போட்டுதான். നമുക്ക് എല്ലാ ദിവസവും 11 മണിയാകുമ്പോഴേക്കും ഈ ടൊമാറ്റോ സൂപ്പ് കിട്ടുന്നതാണ്. നല്ല ഉണ്ടാവാറുണ്ട്. ഇന്ന് മാത്രം ചെറുതായിട്ട് വെള്ളമായിരുന്നു. നമ്മളങ്ങനെ ഒഫീഷ്യലി വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റിലേക്ക് കയറിയിരിക്കുകയാണ്. ഇതാണ് നമുക്ക് വന്ന ഖരഗ്പൂർ, ആദ്യത്തെ വെസ്റ്റ് ബംഗാൾ സ്റ്റേഷൻ. നമുക്ക് സ്റ്റോപ്പുള്ള ആദ്യത്തെ വെസ്റ്റ് ബംഗാൾ സ്റ്റേഷൻ. ഇനി അത്രയേ ഉള്ളൂ, അത്ര ഡിസ്റ്റൻസേ ഉള്ളൂ കൊൽക്കത്തയിലേക്ക്. എത്രയാണെന്ന് അങ്ങനെ 3 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ കൊൽക്കത്ത എത്തിയിരിക്കുകയാണ്. അപ്പോൾ ടോട്ടൽ 70 hours, ഇപ്പോൾ രാത്രി 10 മണിയായി. 70 hours ജേണിയാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ കൊൽക്കത്തയിലെത്തി. ഇപ്പോൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ട്രെയിൻ ആരും ഇറങ്ങിയിരുന്നില്ല. മാനേജർ ഇപ്പോൾ വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കൊൽക്കത്ത ഞാൻ വിചാരിച്ച നല്ല തിരക്കായിരിക്കും. നമ്മളെ ഡൽഹി പോലെ തന്നെ ഭയങ്കര തിരക്കായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്ര തിരക്കൊന്നുമില്ല. ഇത് മെയിൻ സ്റ്റേഷൻ അല്ലെന്ന് തോന്നുന്നു, ഹൗറ ആയിരിക്കും മെയിൻ സ്റ്റേഷൻ. അപ്പോൾ നമ്മളെ ബേബി ചേട്ടനുണ്ട്, അനീഷ് ചേട്ടനുണ്ട്, എല്ലാവരും ഉണ്ട്. ഇതാണ് അമർനാഥ് നമ്മളെ മാനേജർ. അങ്ങനെ നമ്മൾ ബാഗൊക്കെ എടുത്ത് കൊൽക്കത്തയിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇറങ്ങണ്ടെന്നാ പറഞ്ഞത്, എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇറങ്ങാനായില്ലേ? ഇവര് നേരണ്ട് ഒരിത് പറയുന്നില്ല. ഇറങ്ങണ്ടെന്നാ ഇപ്പൊ പറഞ്ഞേ? ഇറങ്ങണ്ടെന്നാ പറഞ്ഞേ? നമ്മളോട് ലെഫ്റ്റിലോട്ട് പോകാൻ പറഞ്ഞ് നമ്മൾ നടക്കുന്നുണ്ട്. വാ വാ. വാ വാ. അപ്പോൾ നമ്മളോട് 3 ദിവസത്തേക്കുള്ള ഡ്രസ്സ് മാത്രമാണ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ചെറിയ ബാഗിലാക്കി നമ്മളെടുത്ത് ബാക്കി ട്രോളിങ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുള്ളതാണ് ട്രെയിനിൽ തന്നെ. നമ്മുടെ ട്രെയിനിലെ പാത്രങ്ങളൊക്കെ ഇവിടെ കൊണ്ടുപോകുന്നുണ്ട്, ഈ വണ്ടിയിൽ കയറ്റിയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അറിയില്ല. ഇതാണ് കൊൽക്കത്ത റെയിൽവേ സ്റ്റേഷൻ. ചെറുതാണ്, അത്ര വലുതൊന്നല്ല. തിരക്കില്ലല്ലോ തീരെ. നമ്മളെ മഞ്ഞ ടാക്സിയൊക്കെ കാണണോ? മഞ്ഞ ടാക്സിയൊക്കെ കാണണോ? അങ്ങനെ കൊൽക്കത്തയിൽ പുറത്തിറങ്ങി. ആദ്യം തന്നെ കാണുന്നുള്ളത് ഫ്ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ബ്ലറാണ്. ആ ലൈറ്റ് കാണുന്നുള്ളത് ഫ്ലൈറ്റാണ്. നമുക്ക് പോകാനുള്ള ബസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ ബസ്സുണ്ട് ഇവിടെ. എനിക്കുള്ളത് 2 ആണ്. എൻ്റെ ഒന്നിച്ചുണ്ടായവർക്ക് ബെന്നി ചേട്ടനും പിന്നെ അനീഷ് ചേട്ടനും അവർക്ക് 4 ആണ്. അപ്പോൾ നമുക്ക് ബസ്സിൽ കയറാം. ഇതാണ് നമുക്ക് പോകാനുള്ള ബസ്, ബസ് നമ്പർ 2. AC ബസ് എന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. ഹായ്. അങ്ങനെ നമ്മുടെ ബസ് റെയിൽവേ നിന്ന് വിട്ടു.
നമ്മളങ്ങനെ ബസ് ഇറങ്ങി റൂമിൻ്റെ അടുത്തെത്തി. ഇതപ്പുറത്ത് ഇതാണ് കാഴ്ച. നല്ല പോലെ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഐക്കോണിക് യെല്ലോ ടാക്സി ഇവിടെ ഉണ്ട്, വൈറ്റ് ടാക്സി പോകുന്നുണ്ട്. ഫുൾ യെല്ലോ ടാക്സിയാണ്. അവിടെ പെട്രോൾ പമ്പ് ഉണ്ട്, നമുക്ക് നടക്കാം. ഇതാണ് നമ്മുടെ ബസ്, ഇതാണ് നമ്മൾ വന്ന ബസ്. നമുക്ക് നേരെ നടക്കാം, റൂമിലേക്ക് നടക്കാം. റൂമിലേക്ക് എത്താനായി. കുറേ ആൾക്കാരുണ്ട്, ഒരു ബസ്സിൽ 30 സംതിങ് ആൾക്കാരെന്തോണ്ട്. അപ്പോൾ അവർക്കെല്ലാം കീ ഒക്കെ കൊടുത്തിട്ടാണ്ട്. എനിക്കിപ്പോൾ വന്നിട്ടുള്ളത് സിംഗിൾ ഷെയറിംഗ് ആണ്, ഞാൻ ഒറ്റക്കായതുകൊണ്ട്. നോക്കാം റൂമും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഗൂഗിളിൽ നോക്കിയിട്ടുണ്ടായിരുന്നു, ഗോയിബിബോയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ്, 3 സ്റ്റാർ എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ റൂമിലെത്തി. അറ്റ് ലാസ്റ്റ് ട്രെയിൻ കയറിയിട്ട് കറക്റ്റ് 3 ദിവസം. ഇപ്പോൾ സമയം എന്താ 12:10. 12 മണിക്ക് മിനിയാന്ന് കയറിയതാണ്. ഇപ്പോൾ റൂമിലെത്തിയതേ ഉള്ളൂ. ചെറിയൊരു റൂമാണ്, നമുക്ക് സിംഗിൾ ഷെയറിംഗ് ആണ് തന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം ഓക്കെയാണ്, കുഴപ്പമില്ല. TV ഉണ്ട്, വെൽക്കം നോട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ ടീയും കാര്യങ്ങളൊക്കെ വെക്കാറുണ്ട്. ഇവിടെയും വെൽക്കം നോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇവരെ വിസിറ്റിംഗ് കാർഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ സ്റ്റേ ചെയ്യുന്നുള്ളത് ഹോട്ടൽ സൺ പ്രൈമിലാണ് സ്റ്റേ ചെയ്യുന്നുള്ളത് വെച്ചിട്ടുണ്ട്. പിന്നെ ടീയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 2 വാട്ടർ ബോട്ടിലുണ്ട്, നല്ലൊരു മിററുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല, ചെറിയൊരു TV ആണ്. പിന്നെ അവിടെ ഒരു ലാൻഡ് ഫോൺ ഉണ്ട്. പിന്നെ വാഷ്റൂം പോയി നോക്കാം. ഇതാണല്ലോ മെയിൻ നോക്കേണ്ടത്. ഓ പോയി. വാഷ്റൂം അത്ര ക്ലീൻ അല്ല, ചെറിയൊരു മിററുണ്ട്. എല്ലാം പഴയതാണ്, പുതിയതല്ല. വാഷ്റൂം 2 ടവൽ വെച്ചിട്ടുണ്ട്, ബോഡി വാഷ് ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല, പുതിയതല്ല, പഴയതാണ്. അപ്പോൾ നമുക്ക് വേഗം ഒന്ന് ഫ്രഷ് ആവണം, നല്ലപോലെ ഫ്രഷ് ആവണം. 3 ദിവസമായി കുളിച്ചിട്ട്, ട്രെയിനിൽ കുളിച്ചിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ലപോലെ ഒന്ന് ഫ്രഷ് ആവണം, പിന്നെ കിടന്നുറങ്ങണം. വീഡിയോ ഒക്കെ നല്ലപോലെ എഡിറ്റ് ചെയ്യാനുണ്ട്. ആകെ 2 എപ്പിസോഡ് ഇട്ടിട്ടുള്ളൂ, പിന്നെ ഒന്നും ഇട്ടിട്ടില്ല. അങ്ങനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല, ഫുൾ ട്രെയിനിൽ തന്നെ ആയിരുന്നില്ലേ. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് എന്ന് വെച്ചാൽ ട്രെയിനിലത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ആ ഒരു എപ്പിസോഡാണ്. പിന്നെ നമ്മളിപ്പോൾ കൊൽക്കത്തയിലെത്തി. ഇനി നാളെ രാവിലെ 7:30 ബ്രേക്ക്ഫാസ്റ്റ് വരും. പിന്നെ 8:15 സിറ്റി ടൂറാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു 8:15 റെഡിയാണോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ ഉറങ്ങണം. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത്. വീഡിയോ കുറച്ച് ബോറിംഗ് ആയിരുന്നു, കുറച്ചല്ല നല്ലപോലെ ബോറിംഗ് ആയിരിക്കും. ഒന്നും ഉണ്ടായിരുന്നില്ല വീഡിയോയിൽ. കൊൽക്കത്തയിലെ കിടിലൻ വ്ളോഗ്സായിട്ട് നാളെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ നോട്ടിഫിക്കേഷനൊക്കെ ഓൺ ചെയ്ത് വെക്കാം.